നമസ്കാരം. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയാൽ എല്ലാവരും തലയ്ക്ക് ചുറ്റും ഉഴിഞ്ഞ് നാണയമിടുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ദേവതയുടെ മുൻപിൽ ദേവതയ്ക്ക് സമർപ്പിക്കേണ്ടത് പത്രം, ഫലം, തോയം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. അതിനൊപ്പം ധനവും നമ്മൾക്കാവുന്നത് സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരും തല ഉഴിഞ്ഞ് നാണയമാണ് സമർപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു ഊർജ്ജമണ്ഡലമുണ്ട്. അതിൻ്റെ പേരാണ് ഓറ എന്ന് പറയുന്നത്. മാനുഷിക ശക്തിമണ്ഡലം എന്ന് പറയും. ഇതുപോലെ തന്നെ ദേവതയ്ക്കും ഒരു ഊർജ്ജശക്തിമണ്ഡലമുണ്ട്. അപ്പോൾ ജന്മജന്മാന്തരങ്ങളായി നമ്മളുടെ ഈ ഓറയിലുള്ള നിഷേധഭാവങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കാം. അതിനെ സങ്കല്പം ചെയ്ത് ഒരു നാണയത്തിലേക്കാക്കി ആ ദേവതയുടെ മുമ്പിൽ നിക്ഷേപിക്കുകയാണ് ഈ പ്രവൃത്തിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അത് ക്ഷേത്രങ്ങളിൽ ആ ദേവതയ്ക്ക് വളരെയധികം ദുരിതങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, ആശ്രമങ്ങളിൽ പോയാലും നാണയം ഒഴിഞ്ഞിടുക, ഗുരുസന്നിധിയിൽ അല്ലെങ്കിൽ സമാധി സ്ഥലങ്ങളിൽ ഇതെല്ലാം നമ്മൾ നാണയം നമ്മളുടെ ഓറ ഒഴിഞ്ഞ് തലയ്ക്കൊഴിഞ്ഞ് പ്രത്യേകമായി നിക്ഷേപിക്കുകയാണ്, അവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഓറയിലുള്ള, നമ്മുടെ ഈ ശക്തിമണ്ഡലത്തിലുള്ള നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന ആ ദോഷങ്ങളെ സങ്കല്പിച്ച് ഈ നാണയത്തിലേക്ക് ആവാഹിച്ച് ആ ദേവതയ്ക്കോ ഗുരുവിന് പോലും ഈ ദുരിതത്തെ സമർപ്പിക്കുന്ന ഒരു പണിയാണ് ഇത്. ഇപ്പോൾ ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ കയ്യ്, കാല് ഇതൊക്കെ സമർപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ അത് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. അതുപോലെ നമ്മൾക്ക് ഒഴിഞ്ഞിടണമെന്ന് നിർബന്ധമുള്ളതാണെങ്കിൽ അങ്ങനത്തെ ക്ഷേത്ര സന്നിധികളുണ്ട്. അവിടെ പുറത്തെ ഭണ്ഡാരത്തിൽ, ക്ഷേത്ര കവാടത്തിന് പുറത്തുള്ള ഭണ്ഡാരത്തിലാണ് ഇവയെല്ലാം നിക്ഷേപിക്കേണ്ടത്. അല്ലെങ്കിൽ അത് ദേവതയ്ക്ക് ദുരിതമുണ്ടാക്കുകയും ദേവതയ്ക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുകയും നമ്മൾ വിചാരിക്കുന്ന ആ സംഭവങ്ങളെ അവിടെ ഒഴിഞ്ഞിടുന്നതിന് പ്രകാരം അവിടെ നിന്നും തിരിച്ച് സുഖകരമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. കാരണം ദേവതയ്ക്ക് സമർപ്പിക്കേണ്ടത് നല്ല കാര്യങ്ങളാണ്. പ്രസാദങ്ങൾ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇത് ഓറയിൽ നിന്നും ഒരു നാണയം ഒഴിഞ്ഞിടുന്നതിന് പ്രകാരം നമ്മൾ ദേവതയിലേക്ക് ഒരു ദുരിതത്തെയാണ് സമർപ്പിക്കുന്നത് എന്ന് എല്ലാവരും ഓർമ്മിക്കുന്നത് വളരെ നല്ലതാണ്. നമസ്കാരം.